ഓഫീസറുടെ വിമൻ സിവിൽ എക്സൈസ് ഓഫീസറുടെ സ്പെഷ്യൽ ടോപ്പിക്കിലുള്ള അബ്കാരി നിയമം നോക്കിയിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തത് NDPS ആക്റ്റാണ്, നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്റ്റാണ്. ഇതിൽ പ്രസിഡന്റിന്റെ അസന്റ് കിട്ടിയത് 1985 സെപ്റ്റംബർ 16 പ്രസിഡന്റ് ഗ്യാനി സെയിൽ സിംഗ് ആയിരുന്നു. 61ാം നമ്പർ നിയമമായിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. ഇത് നിലവിൽ വന്നത് 1985 നവംബർ 14 കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 1985 നവംബർ 14. മയക്കുമരുന്നുകളുടെയും സൈക്കോട്രോപിക് വസ്തുക്കളുടെയും പ്രവർത്തനങ്ങളുടെ നിയന്ത്രണവും കർശന വ്യവസ്ഥകളൊക്കെയാണ് ഈ ആക്ട് പ്രതിപാദിക്കുന്നത്. ഇതിൽ 83ഓളം വകുപ്പുകളും 6 അധ്യായങ്ങളുമാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. അധ്യായം 1 വകുപ്പ് 1 പറയുന്നത് ഷോർട്ട് ടൈറ്റിൽ കമൻസ്മെന്റ് ആപ്ലിക്കേഷൻ എവിടേക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ്. വകുപ്പ് 2 നിർവചനങ്ങളുള്ളത്. കുറച്ചധികം നിർവചനങ്ങളുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഡെഫിനിഷൻസ് നമുക്ക് നോക്കാം. അപ്പോൾ വകുപ്പ് 1 പറയുന്നത് ഇത് ഇന്ത്യ മുഴുവനാണ് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. ഇന്ത്യയിൽ മുഴുവനായിട്ട് ബാധകമാകുന്ന നിയമമാണ്. പിന്നെ പുറത്തുള്ള, അതായത് പുറം രാജ്യങ്ങളിലുള്ള ഇന്ത്യൻ സിറ്റിസൺസിനും ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കപ്പൽ, വിമാനം തുടങ്ങിയവയിലുള്ള എല്ലാ വ്യക്തികൾക്കും ഈ ആക്ട് ബാധകമാണ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇനി നിർവചനങ്ങൾ നോക്കാം. അപ്പോൾ ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ വകുപ്പ് 2 ഡെഫിനിഷൻസ് പറയുന്നത്. കുറച്ചധികം ഡെഫിനിഷൻസ് ഉണ്ട് ഇതിൽ. അപ്പോൾ അത്യാവശ്യമുള്ള കുറച്ച് ഡെഫിനിഷൻസ് നോക്കിയൊക്കെ എന്താണ് എന്നുള്ളത്. ഇപ്പോൾ 2 clause 1, അതായത് ഈ റോമൻ ലെറ്ററിലാണ് എന്നുള്ളത് ഓർത്ത് വെക്കണേ. ഇത് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഉള്ളൊരു ഇത് ആക്റ്റിലില്ല. NDPS ആക്റ്റിൽ അങ്ങനെയല്ല തന്നിട്ടുള്ളത്, ഇങ്ങനെ തന്നെയാണ് തന്നിട്ടുള്ളത്. അതിപ്പോൾ ഇങ്ങനെ തന്നെ ഓർത്ത് വെക്കണം. അഡിക്റ്റ് അല്ലെങ്കിൽ ആസക്തർ എന്താണെന്നുള്ളതാണ് ഡിഫൈൻ ചെയ്തത്. അതായത് ഈ നാർക്കോട്ടിക് ഡ്രഗ്സിനെയും സൈക്കോട്രോപിക് സബ്സ്റ്റൻസിനെയും ഒക്കെ ആശ്രയിക്കുന്ന വ്യക്തികളെയാണ് അഡിക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി 2 clause 3 പറഞ്ഞിട്ടുള്ളത് കന്നാബിസ് അഥവാ കഞ്ചാവ്, കന്നാബിസ്, ഹെമ്പ്, കഞ്ചാവ് എന്താണ് എന്നുള്ളതാണ്. അതിൽ ചരസ്, ഗഞ്ച, എയും പിയും, സ്മോൾ ലെറ്റർ എയിലും ബിയിലും ചരസും ഗഞ്ചായും ഒക്കെ ഉൾപ്പെടുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി 2 clause 6 പറഞ്ഞിട്ടുള്ളത് കൊക്കാലീഫ് എന്താണെന്നുള്ളതാണ്. 7A പറഞ്ഞിട്ടുള്ളത് കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി അഥവാ വാണിജ്യ അളവ് എന്ന് പറയുന്നത് എന്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വാണിജ്യ അളവ് അത് സെൻട്രൽ ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്ത വിജ്ഞാപനത്തിൽ കൂടുതലുള്ള അളവിനെയാണ് വാണിജ്യ അളവ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. പിന്നെ 8B 2 clause 8B ഇല്ലിസിറ്റ് ട്രാഫിക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. 2 clause 11 ഈ റോമൻ ലെറ്റർ ഇങ്ങനെ തന്നെയാണെന്ന് ഓർത്ത് വെക്കുക. 2 clause 11 മാനുഫാക്ചേർഡ് ഡ്രഗ്, മാനുഫാക്ചേർഡ് ഡ്രഗ് എന്താണ്, നിർമ്മിത മരുന്നുകൾ എന്താണ് എന്നുള്ളത് പറയുന്നുണ്ട്. പിന്നെ 2 clause 14 പറയുന്നത് നാർക്കോട്ടിക് ഡ്രഗ് എന്താണ് എന്നുള്ളത്. 15 ഒപ്പിയം ഡിഫൈൻ ചെയ്യുന്നുണ്ട്. പിന്നെ 17 ഒപ്പിയം, പോപ്പി എന്താണെന്ന് പറയുന്നുണ്ട്. 18 പോപ്പി സ്ട്രോ പറയുന്നുണ്ട്. 23 സൈക്കോട്രോപിക് സബ്സ്റ്റൻസ്, അത് ഒന്ന് ഏതാണ് സെക്ഷൻ ഉള്ളത് ഓർത്ത് വെച്ചോ. പിന്നെ സ്മോൾ ക്വാണ്ടിറ്റി, ചെറിയ അളവ് എന്താണ് എന്നുള്ളത് പറയുന്നത്. അത്രയാണ് ഡെഫിനിഷൻസിൽ ഒരു പ്രധാനപ്പെട്ട ഡെഫിനിഷൻ ഏതൊക്കെയാണ് എന്നുള്ളത് ഓർത്ത് വെക്കേണ്ടത്. ചെറിയ അളവ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഒരു ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്തതിനേക്കാളും കുറഞ്ഞ അളവാണെങ്കിലാണ് സ്മോൾ ക്വാണ്ടിറ്റി പറയുന്നത്. പിന്നെ ശിക്ഷയൊക്കെ പറയുന്ന സമയത്ത് നമുക്കൊരു ഇൻ്റർമീഡിയറ്റ് അളവും കൂടെ അതിൽ പറയുന്നുണ്ട്. അതിവിടെ ഡിഫൈൻ ചെയ്തിട്ടില്ല, നമുക്ക് ആക്റ്റിൽ അങ്ങനെ ഒരു അളവിന് ഡിഫൈൻ ചെയ്തിട്ടില്ല. പക്ഷേ ശിക്ഷയൊക്കെ പറയുന്ന സമയത്ത് അങ്ങനെ ഒരു അളവും കൂടെ ഉണ്ട്. അതായത് സ്മോൾ ക്വാണ്ടിറ്റിയിൽ കൂടുതലും വാണിജ്യ അളവിൽ കുറവുമാണെങ്കിൽ ഒരു ഇടത്തരം അളവ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അതിവിടെ ഡെഫിനിഷനിലില്ല. അപ്പോൾ ഇത്രയാണ് ഡെഫിനിഷൻസ് പറയുന്നത്. ഇത് കൃത്യമായിട്ട് മലയാളത്തിൽ ഇതിൻ്റെ ഡെഫിനിഷൻ ഒരുപാടുണ്ട്. ടേം ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് ഒരുപാടുണ്ട്. അപ്പോൾ ഏതിലാണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. അത് കൃത്യമായിട്ട് ഡെഫിനിഷൻ വേണം എന്നുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാനത് കമൻറ്റിൽ പിൻ ചെയ്തിട്ടോളാം. കൃത്യമായിട്ട് മലയാളത്തിൽ ഇതിൻ്റെ മുഴുവൻ ഡെഫിനിഷൻ എന്താണ് എന്ന് വേണ്ടവർ ഒന്ന് ഓർത്ത് വെക്കേണ്ടത്. NDPS ആക്ട് 1985 നമ്മൾ നിലവിൽ വന്നു എന്ന് പറഞ്ഞു. 88, 2001, 2014, 2021 തുടങ്ങിയ വർഷങ്ങളിൽ ഇത് ഭേദഗതി ചെയ്തിട്ടുണ്ട്. അത്
ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഭേദഗതി വന്ന വർഷങ്ങൾ ഇത്രയാണ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ തരികയാണെങ്കിൽ നിങ്ങൾക്ക് ഓർത്ത് വെക്കാമല്ലോ. 88, 2001, 2014, 2021 തുടങ്ങിയ വർഷങ്ങളിലാണ് ഭേദഗതി ചെയ്തിട്ടുള്ളത്. ഇനി അധ്യായം 3 പോവുകയാണെങ്കിൽ അത് ചില നിരോധനങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ പറയുന്ന ഒരു അധ്യായമാണ് 3. അത് വകുപ്പ് 8 പറയുന്നത് സെക്ഷൻ 8 കൊക്ക, കറുപ്പ്, പോപ്പി, കഞ്ചാവ്, മയക്കുമരുന്ന്, സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് തുടങ്ങിയവ വാങ്ങുന്നത്, വിൽക്കുന്നത്, കൈവശം വയ്ക്കുന്നത്, ഉൽപ്പാദിപ്പിക്കുന്നത്, സംസ്ഥാനങ്ങൾക്കിടയിൽ എക്സ്പോർട്ട് ഇമ്പോർട്ട് കയറ്റുമതി ഇറക്കുമതി നടത്തുന്നത്, വെയർ ഹൗസിങ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും എന്താ പറയുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള കർശനമായിട്ട് നിരോധിച്ച വകുപ്പാണ് സെക്ഷൻ 8, വകുപ്പ് 8. അത് ഓർത്ത് വെക്കണേ. ഇനി വകുപ്പ് 8A പറയുന്നത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് സ്വത്ത് സമ്പാദിക്കുന്നത് തടയുന്ന വകുപ്പാണ് 8A. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ വിൽക്കുകയും വാങ്ങുകയും ഇമ്പോർട്ട് ചെയ്യുകയും കൈവശം വയ്ക്കുകയും ഒന്നും ചെയ്യരുതെന്ന്. അങ്ങനെ ചെയ്യുന്നതിലൂടെ സ്വത്ത് സമ്പാദിക്കുകയാണെങ്കിൽ അത് തടയുന്ന വകുപ്പാണ് 8A. പിന്നെയുള്ളത് 9ഉം 10ഉമാണ്. അത് കണക്ട് ചെയ്ത് പഠിക്കുക. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും അധികാരങ്ങൾ പറയുന്നതാണ്. നിയമത്തിലൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കാനും പിന്നെ കർശനമായുള്ള വ്യവസ്ഥകളിലൂടെ അതൊക്കെ തടയാനും വേണ്ടി കേന്ദ്ര ഗവൺമെൻറ്റിന് അധികാരം കൊടുത്ത വകുപ്പാണ് 9, സംസ്ഥാന ഗവൺമെൻറ്റിന് അധികാരം കൊടുക്കുന്ന വകുപ്പാണ് 10. പിന്നെ 13ഉം 14ഉം ഒന്ന് ഓർത്ത് വെക്കുക. അത് സിമ്പിളായിട്ടൊന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. ഇതിൽ ഈ സെക്ഷൻ 8 പറയുന്നുണ്ട് നമ്മൾ ശാസ്ത്രപരമായിട്ടുള്ള അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡ്, വൈദ്യ ശാസ്ത്ര രംഗത്ത്, പിന്നെ സയൻറ്റിഫിക് ഫീൽഡിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേറെ തന്നെ ഒഴികെ എന്ന് പറയുന്നുണ്ട് ഈ വകുപ്പ് 8. ഇങ്ങനെയുള്ള വൈദ്യശാസ്ത്രം അല്ലെങ്കിൽ സയൻറ്റിഫിക് ശാസ്ത്രപരമായ കാര്യങ്ങൾക്കൊക്കെയുള്ള ഇതിന് ഒഴികെയാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് വേറെ വ്യവസ്ഥകൾ തന്നെ ഉണ്ട്. ഇപ്പോൾ സെക്ഷൻ 13 വകുപ്പ് 13 പറയുന്നത് സുഗന്ധദ്രവ്യങ്ങളൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കൊക്കയുടെ ഏതെങ്കിലും ഭാഗമൊക്കെ ശേഖരിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വ്യവസ്ഥ ചെയ്യുന്ന വകുപ്പാണ് വകുപ്പ് 13. എങ്ങനെയൊക്കെ ശേഖരിക്കാം അല്ലെങ്കിൽ ആർക്കൊക്കെ ചെയ്യാം, ലൈസൻസ് എങ്ങനെയാണ്, അതൊക്കെ പറയുന്ന വകുപ്പാണ് 13. 14 പറയുന്നത് കഞ്ചാവിൻ്റെ നാര്, വിത്ത് തുടങ്ങിയവ ഒക്കെ ശേഖരിക്കുന്നതിന് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ശേഖരിക്കുന്നതിന് വ്യവസ്ഥ ചെയ്തിട്ടുള്ള വകുപ്പാണ് 14. അപ്പോൾ അധ്യായം 3 8 പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൈവശം വയ്ക്കരുത്, വാങ്ങരുത്, വിൽക്കരുത്, പക്ഷേ മെഡിക്കലും സയൻറ്റിഫിക് ഫീൽഡും ഒഴികെയാണ്. 8A ഇതിലൂടെ സമ്പാദിക്കുന്ന സ്വത്ത് സമ്പാദിക്കുന്നത് തടയുന്ന വകുപ്പാണ്. 9ലും 10ലും സെൻട്രലിൻ്റെ സ്റ്റേറ്റിൻ്റെ പവറാണ്. 13, 14 സുഗന്ധദ്രവ്യങ്ങൾക്കൊക്കെ ആവശ്യത്തിന് കൊക്കയുടെ ഏതെങ്കിലും ഭാഗങ്ങളൊക്കെ ശേഖരിക്കുന്ന വ്യവസ്ഥ ചെയ്തിട്ടുള്ള വകുപ്പാണ്. 14 കഞ്ചാവിൻ്റെ നാര്, വിത്ത് തുടങ്ങിയവ ശേഖരിക്കുന്നതിന് വ്യവസ്ഥ ചെയ്തിട്ടുള്ള വകുപ്പാണ്. ഓക്കെ, അടുത്തത് നോക്കാം. അടുത്തത് അധ്യായം 4 അധ്യായം 4 കുറ്റങ്ങളും പിഴകളുമാണ് പറയുന്നത്. അധ്യായം 4 പറഞ്ഞിട്ടുള്ളത് അത് വകുപ്പ് 15 പറയുന്നത് പോപ്പി വൈക്കോല് പിന്നെ ഉപയോഗിക്കുന്നത്, ഉൽപ്പാദിപ്പിക്കുന്നത്, കൈവശം വയ്ക്കുന്നത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിർമ്മിക്കുന്നത്, വെയർ ഹൗസ് ചെയ്യുന്നത്, സംസ്ഥാനങ്ങൾക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഇറക്കുമതി കയറ്റുമതി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ എന്താണ് പാടില്ല എന്ന് പറയുന്ന വ്യവസ്ഥ തന്നെയാണ്. അതിനുള്ള ശിക്ഷ പറയുന്നതാണ്. അപ്പോൾ നമ്മൾ ഡെഫിനിഷൻ പറയുന്ന സമയത്ത് ചെറിയ അളവും വാണിജ്യ അളവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെൻട്രൽ ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്ത അളവുകൾ പ്രകാരമായിരിക്കണം എന്നുള്ളത്. അപ്പോൾ ഒരുവിധ എല്ലാ വകുപ്പുകളിലും ഈ ചെറിയ അളവിനും ഇടത്തര അളവിനും വാണിജ്യ അളവിനുള്ള ശിക്ഷ ഒരേപോലെയാണ്. അപ്പോൾ നിങ്ങൾ നോക്കി വെക്കണം, ചെറിയ അളവ്, ഇടത്തര അളവ്, വാണിജ്യ അളവ് എന്നുള്ളതിനുള്ള ശിക്ഷ എവിടെയെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് എന്നുള്ളത് ഒന്ന് ഓർത്ത് വെക്കണം. അപ്പോൾ പോപ്പി സ്ട്രോയിൻ്റെ ആണെങ്കിൽ ചെറിയ അളവാണ് പിടിക്കുന്നതെങ്കിൽ 1 ഇയർ 1 വർഷം ശിക്ഷയും 10,000 രൂപ 1 വർഷം വരെ ശിക്ഷയും 10,000 രൂപ വരെ പിഴയും ഉണ്ടാവാം. ഇനി ഇടത്തരം അളവാണെങ്കിൽ 10 വർഷം വരെ ശിക്ഷയും 1,00,000 വരെ പിഴയും ഉണ്ടാവാം. വാണിജ്യ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി ആണ് പിടിക്കുന്നതെങ്കിൽ 10 മുതൽ 20 വർഷം വരെ തടവും 1,00,000 മുതൽ 2,00,000 രൂപ വരെ പിഴയും ഉണ്ടാവാം. അപ്പോൾ ഇതാണ് വകുപ്പ് 15. അതിൽ പോപ്പി സ്ട്രോയിനെ കുറിച്ചാണ് പറയുന്നത്, പോപ്പി വൈക്കോല്. 16 കൊക്കോ ചെടിയാണ്. കൊക്കോ ചെടിയിൽ ഇതേപോലെ തന്നെയുള്ള കാര്യങ്ങളാണ്. അതായത് കൈവശം വയ്ക്കുക, ഉൽപ്പാദിപ്പിക്കുക, വിൽക്കുക, വാങ്ങുക, പിന്നെ എക്സ്പോർട്ട് ഇമ്പോർട്ട് ചെയ്യുക, സംസ്ഥാനങ്ങൾക്കിടയിൽ ട്രാൻസ്ഫർ ചെയ്യുക, അങ്ങനെയൊക്കെ ഉള്ളതിന് ഉള്ള ശിക്ഷ എന്ന് പറയുന്നത്
10 വർഷം വരെയും 1 ലക്ഷം രൂപ വരെ ഫൈനുമാണ്. 10 വർഷം വരെ തടവ്, 1 ലക്ഷം രൂപ വരെ ഫൈനുമാണ്. കറുപ്പാണെങ്കിലും ഇതേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് അതിന് ഈ 3 കാര്യങ്ങളും ഉണ്ട്, ചോദിക്കുന്നുണ്ട്. ചെറിയ അളവിലുള്ളത് ഈ ശിക്ഷ തന്നെയാണ്, ഇടത്തര അളവിന് ഈ ശിക്ഷയാണ്, വാണിജ്യ അളവിന് ഈ പറഞ്ഞിട്ടുള്ള 10 to 20 വർഷം വരെ 1 ലക്ഷം മുതൽ 2 ലക്ഷം വരെയും ഫൈനും ആവാം എന്നുള്ളതാണ് പറയുന്നത്. ഇനി വകുപ്പ് 19 പറയുന്നത് കൃഷിക്കാരൻ ഈ കാര്യങ്ങൾ ദുരുപയോഗം ചെയ്താൽ, അപ്പൊ അത്യാവശ്യമുള്ള കാര്യത്തിന് ഇത് എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്, എന്തൊക്കെയാണ് ലൈസൻസ് കാര്യങ്ങളൊക്കെ ഈ ആക്ട് പ്രകാരം പറയുന്നുണ്ട്. നമുക്ക് മെഡിക്കൽ ഫീൽഡിലേക്കും സയന്റിഫിക് ഫീൽഡിലേക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതിന്റെ വ്യവസ്ഥകൾ പറയുന്നുണ്ട്. അപ്പൊ അത് ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു കൃഷിക്കാരൻ ഇത് ദുരുപയോഗം ചെയ്യുകയാണെങ്കിൽ എന്താണ്, ദുരുപയോഗം ചെയ്യുന്നതിനുള്ള ഒരു ശിക്ഷയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അത് 10 to 20 വർഷം വരെയുള്ള തടവും 1 to 2 lakh വരെയുള്ള പിഴയുമാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 15 പോപ്പി വൈക്കോലാണ്, 16 കൊക്കോ ചെടീൻ്റെതാണ്, 17 കറുപ്പാണ്, 19 കൃഷിക്കാരൻ ലൈസൻസ് ദുരുപയോഗം ചെയ്യുകയാണെങ്കിൽ, പിന്നെ അടുത്ത 20 പറയുന്നത് കഞ്ചാവ് ചെടി. ഇതാണ് അധികവും ചോദിച്ച് കണ്ടിട്ടുള്ളത്. കഞ്ചാവ് ചെടി, കന്നാബിസ് ഹെമ്പ് എന്ന് പറയുന്നത് കഞ്ചാവ് ചെടി 20 വകുപ്പ് എന്ന് ആലോചിക്കുക. അതിൽ 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. കഞ്ചാവ് ചെടി വളർത്തുക എന്നുള്ളൊരു സെക്ഷൻ 20 clause A പറയുന്നുണ്ട്. അത് വളർത്തുക എന്നാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് വളർത്തുന്നതിന് എന്ന് ചോദിക്കുകയാണെങ്കിൽ 10 year തടവും 1 lakh പിഴയുമാണ് പറയുന്നത്. ഓക്കെ, ഇനി അതല്ല സെക്ഷൻ 20 clause B കൈവശം വെക്കുന്നത്, വിൽപ്പന, വാങ്ങുന്നത്, ട്രാൻസ്ഫർ ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളാണെങ്കിൽ നേരെ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ശിക്ഷയാണ് പറയുന്നത്. ചെറിയ അളവിലാണ്, ഇടത്തര അളവിനാണ്, വാണിജ്യ അളവിനാണെന്നാണെങ്കിൽ ഇതേ ശിക്ഷ തന്നെയാണ്. വളർത്തുക എന്നുള്ളത് ഡയറക്റ്റ് ആയിട്ട് കഞ്ചാവ് ചെടി വളർത്തുന്നതിന് എന്ന് ചോദിക്കുകയാണെങ്കിൽ 10 വർഷവും 1 ലക്ഷം രൂപ പിഴയുമാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ചെറിയ അളവിൽ 1 year 10K, ഇടത്തര അളവിൽ 10 year 1 lakh, വാണിജ്യ അളവിൽ 10 to 20 year 1 to 2 lakh ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. വളർത്തുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണേ. സെക്ഷൻ 20 വകുപ്പ്, 20 വരുന്നത് എന്നും ഓർത്ത് വെക്കുക. കഞ്ചാവ് ചെടി അതാണ് അധികം ചോദിച്ച് കണ്ടിട്ടുള്ളത്. അടുത്തത് നോക്കുകയാണെങ്കിൽ അടുത്ത സെക്ഷൻ നോക്കുകയാണെങ്കിൽ സെക്ഷൻ 21 വകുപ്പ് 21 നിർമ്മിത മരുന്നുകൾ, മാനുഫാക്ചേർഡ് ഡ്രഗ്സ് ഒക്കെ ആണെങ്കിൽ നേരത്തെ പറഞ്ഞ ആ ചെറിയ അളവും ഇടത്തര അളവും ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ നിങ്ങൾ. ഇടത്തര അളവും വാണിജ്യ അളവും എത്രയാ ശിക്ഷ എന്നുള്ളത് ഇതിനൊക്കെ സെയിം ആണ് അതിൻ്റെ ശിക്ഷകൾ. നിർമ്മിത മരുന്നുകളാണെങ്കിൽ 21 വകുപ്പ് വരുന്നത്. സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആണെങ്കിൽ 22. നേരത്തെ നമ്മൾ ഡെഫിനിഷൻ ആണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളത് കേട്ടോ. സൈക്കോട്രോപിക് സബ്സ്റ്റൻസിൻ്റെ മാനുഫാക്ചേർഡ് ഗുഡ്സിൻ്റെ ഒക്കെ ഡെഫിനിഷൻ ആണ് നേരത്തെ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതിനുള്ള ശിക്ഷയാണ് അധ്യായം 4 ഇതിൽ പറയുന്നത്. അപ്പോൾ ശിക്ഷയും ഡെഫിനിഷൻ ഒന്നും മറന്നു പോകരുത്. ഡെഫിനിഷൻ സെക്ഷൻ 2 എല്ലാം ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, നിർവചിക്കുന്നതൊക്കെ. അപ്പോൾ 21 നിർമ്മിത മരുന്നുകളുടെ ഉപയോഗം നേരത്തെ പറഞ്ഞ പോലെ കൈവശം വെക്കല്, ഉൽപ്പാദിപ്പിക്കല് എന്നൊക്കെ പറയുന്നത് ഇതേ ശിക്ഷ തന്നെയാണ്. സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആണെങ്കിൽ സെക്ഷൻ 22 ഇതേ ശിക്ഷയാണ് വരുന്നത്. ഇനി 23 ഇന്ത്യയിൽ നിന്ന് പുറത്തേക്കോ അല്ലെങ്കിൽ ഇന്ത്യയിലേക്കോ ഒക്കെ മയക്കുമരുന്നും സൈക്കോട്രോപിക് സബ്സ്റ്റൻസും ഒക്കെ ഇമ്പോർട്ട് ചെയ്യുകയും അങ്ങനെയൊക്കെ ഉള്ള ചെയ്യുന്ന കാര്യത്തിന് ഇതേ ശിക്ഷ തന്നെയാണ്. ചെറിയ അളവിന് നേരത്തെ പറഞ്ഞ അതേ ശിക്ഷയാണ്. ചെറിയ അളവിന് 1 year 10K, ഇടത്തര അളവിന് 10 year 1 lakh, വാണിജ്യ അളവിന് 10 to 20 1 to 2 lakh. അത് ഓർത്ത് വെക്കണേ ഈ 3 കാര്യങ്ങൾക്കും. പിന്നെ 25 പറയുന്നത് അതൊന്ന് നോക്കേണ്ട ഒരു വകുപ്പാണ്. 25 ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ, അപ്പോൾ ഇത്രയും നേരം പറഞ്ഞ കുറ്റങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇത്രയും നേരം പറഞ്ഞ ക്രൈംസിനൊക്കെ നമ്മൾ പരിസരം ഇതാണ് എന്ന് അറിഞ്ഞുകൊണ്ട് പരിസരം ഉപയോഗിക്കാൻ കൊടുക്കുന്ന വകുപ്പാണ് 25. അതിനുള്ള ശിക്ഷ എന്ന് പറയുന്നത് ഏത് വകുപ്പ് പ്രകാരമുള്ള കുറ്റമാണോ അയാൾ ചെയ്തത് അതേ ശിക്ഷ തന്നെ പരിസരം ഉപയോഗിക്കാൻ കൊടുത്ത ആൾക്കും കിട്ടും. ഓക്കെ, അപ്പം അതൊന്ന് ഓർത്ത് വെക്കുക. 25 പരിസരമാണ് എന്നുള്ള ഓർത്ത് വെക്കുക. 26 ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ലൈസൻസ് കിട്ടും ഗവൺമെന്റിന്റെ അടുത്ത് നിന്ന് അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ മെഡിക്കൽ ഫീൽഡിലേക്കൊക്കെ വേണമല്ലോ, ആവശ്യങ്ങളുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഒരു ലൈസൻസ് ഉണ്ടാവും. അയാൾ എന്തെങ്കിലും നിയമലംഘനം ചെയ്യുകയാണെങ്കിൽ, ആ ലൈസൻസിൽ പറഞ്ഞ പ്രകാരം അല്ലാതെ എന്തെങ്കിലുമൊക്കെ ഒരു നിയമലംഘനം നടത്തുകയാണെങ്കിൽ അയാൾക്കുള്ള ശിക്ഷയാണ് 3 year ഫൈനും കേട്ടോ. അത് വകുപ്പ് 26 പറയുന്നത് എന്നോർത്ത് വെക്കുക.
21 നിർമ്മിത മരുന്നുകൾ, 22 സൈക്കോട്രോപിക് സബ്സ്റ്റൻസ്, 23 ഇന്ത്യയിൽ നിന്ന് പുറത്തേക്കും ഇന്ത്യയിലേക്കൊക്കെ എക്സ്പോർട്ടൊക്കെ ഇമ്പോർട്ടും ചെയ്യുന്നത്, 25 പൈസ ഉപയോഗിക്കാൻ കൊടുക്കുക, 26 ലൈസൻസി എന്തെങ്കിലുമൊക്കെ നിയമലംഘനം ദുരുപയോഗം അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ 3 ഇയർ പ്ലസ് ഫൈനാണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. അടുത്തത് എന്താ പറയുന്നത്? അടുത്തത് പറയുന്നത് 27A. കുറഞ്ഞ വകുപ്പുകളെ നമ്മൾ ഇതിൽ പഠിക്കുന്നുള്ളൂ. 83 വകുപ്പുകൾ ഉണ്ടായിട്ട് വളരെ കുറഞ്ഞ വകുപ്പുകളെ നോക്കുന്നുള്ളൂ. അത് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ഉള്ള വകുപ്പുകളാണ്. അപ്പോൾ വകുപ്പ് ചോദിച്ചിട്ട് എന്താണെന്ന് ചോദിച്ചാലും ഇത് ഏത് വകുപ്പിൽ വരുന്നതാണെന്നൊക്കെ ചോദിച്ചാലും നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ ആ ആക്ട് തന്നെ ഡയറക്റ്റായിട്ട് എടുത്തത്. പിന്നെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് വന്നതെന്നുള്ളത് നമുക്ക് ലാസ്റ്റ് ടൈമിൽ എല്ലാ ആക്റ്റും പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഒന്ന് നോക്കാം. അപ്പോൾ 27A പറയുന്നത് നിയമവിരുദ്ധമായ ഗതാഗതം ഒരുക്കുന്നതിനും പിന്നെ കുറ്റവാളികൾക്കൊക്കെ അഭയം കൊടുക്കുന്നതിനുള്ള ശിക്ഷയാണ് 10 വർഷം മുതൽ 20 വർഷം വരെയും 1 ലക്ഷം മുതൽ 2 ലക്ഷം രൂപ വരെ ഫൈനുമാണ് ഉള്ളത്. 10 to 20 വർഷം വരെ തടവുമാണ്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ സുഖമാണ് ഇതിലുള്ള ശിക്ഷകളൊക്കെ ഒരേപോലെയുള്ള ശിക്ഷകളാണ് വരുന്നത് അധികവും. ഇനി 28 പറയുന്നത് മുകളിൽ പറഞ്ഞിട്ടുള്ള കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമം നടത്തിയാൽ അതിനും ശിക്ഷയുണ്ട് എന്നുള്ളതാണ് സെക്ഷൻ 28 പറഞ്ഞിട്ടുള്ളത്. 29 മുകൾ പറഞ്ഞ കുറ്റകൃത്യങ്ങൾക്കൊക്കെയുള്ള ക്രിമിനൽ ഗൂഢാലോചനയ്ക്കുള്ള ശിക്ഷയാണ് പറയുന്നത് 29. 31, 31A ഒന്ന് ഓർത്ത് വെക്കുക. മുമ്പ് ചെയ്ത കുറ്റങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്യുന്നതിനുള്ള ശിക്ഷ പറയുന്നത് 31ലാണ്. അത് ശരിക്കും 1.5 ഇരട്ടി അധികം ശിക്ഷ കിട്ടും എന്നാണ് പറയുന്നത്. 1.5 ഇരട്ടി അധികം ശിക്ഷ ഉണ്ടാകുന്നു. പിന്നെ ചില എന്താ പറയുക ക്രിമിനൽ ആക്ടുകൾക്ക് അല്ലെങ്കിൽ ചില ക്രൈമിന് വളരെ കൂടിയ ചില ക്രൈമിനൊക്കെ 31A പ്രകാരം ഓർത്ത് വെക്കേണ്ട ഒരു വകുപ്പാണ് 31A. 31A പ്രകാരം വധശിക്ഷ വരെ കൊടുക്കാം എന്ന് പറയുന്നുണ്ട്. 31A പറയുന്നുണ്ട് വധശിക്ഷ വരെ ഉണ്ടാവാം ചില ക്രൈമുകൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, ചില ക്രൈമുകൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ വധശിക്ഷ വരെ കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഓർത്ത് വെക്കുക. ഇനി അടുത്തത് ഇതും കൂടി ഒന്ന് നോക്കണേ. 39 വകുപ്പ് ഇതിൽ പറയുന്നത് തന്നെയാണ്. അധ്യായത്തിൽ 39 ചില കുറ്റവാളികൾക്കുള്ള പ്രൊബേഷനുമായിട്ട് റിലേറ്റഡ് ആയ വ്യവസ്ഥകളൊക്കെ പറയുന്നത് 39ലാണ്. അപ്പോൾ 27A നിയമവിരുദ്ധ ഗതാഗതവും അഭയം കൊടുക്കുന്നത്, 28 ശ്രമം നടത്തുക, 29 ക്രിമിനൽ ഗൂഢാലോചന 29, 31 റിപ്പീറ്റ് ചെയ്യുന്നവർക്ക് 1.5 ഇരട്ടി ശിക്ഷ ഉണ്ടാവും. 31A ചില കുറ്റങ്ങൾ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ വധശിക്ഷ വരെ. 39 പ്രൊബേഷൻ വ്യവസ്ഥകൾ ചില കുറ്റവാളികൾക്കുള്ള പ്രൊബേഷൻ വ്യവസ്ഥകളാണ് 39ൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ഈ അധ്യായത്തിൽ അത്യാവശ്യം വേണ്ട കുറച്ച് സെക്ഷനുകൾ. അപ്പോൾ ഈ കുറ്റം ചെയ്തിട്ടില്ല അതിനുള്ളൊരു ശ്രമമാണ് നടത്തുന്നത് എന്നുള്ള രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ അത് 28 പ്രകാരമാണ് ശിക്ഷിക്കപ്പെടുക എന്നുള്ളത് ഓർക്കണേ. അപ്പോൾ മുഴുവനായിട്ടും ആ ആക്ട് വിജയിച്ചിട്ടില്ല എന്നാണെങ്കിൽ 28 പ്രകാരമാണ് ശിക്ഷ കിട്ടുക. ഓക്കെ, അടുത്തത് അധ്യായം 5ലാണ്. അധ്യായം 5 പ്രൊസീജിയറുകൾ നടപടിക്രമങ്ങളൊക്കെയാണ് അധ്യായം 5 പറയുന്നത്. 41 വാറന്റ് പുറപ്പെടുവിക്കാനുള്ള അധികാരത്തിനെ കുറിച്ചാണ് വകുപ്പ് 41 പറയുന്നത്. 42 സെർച്ച് സീഷർ കണ്ടുകെട്ട് അറസ്റ്റ് ചെയ്യുക. 42 സെർച്ച് സീഷർ അറസ്റ്റ് ചെയ്യുന്നതിന് വിത്തൗട്ട് വാറന്റ് ഏത് വകുപ്പ് പ്രകാരമാണ് നമുക്ക് വിത്തൗട്ട് വാറന്റ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് 42ആണ് വകുപ്പ്. പിന്നെ ഒരു വ്യക്തിനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് പാലിക്കേണ്ട വ്യവസ്ഥകളൊക്കെ പറയുന്ന വകുപ്പ് 50ആണ്. ഓക്കെ, അപ്പോൾ വാറന്റ് 41, വിത്തൗട്ട് വാറന്റിന് വാറന്റ് പുറപ്പെടുവിക്കാൻ അധികാരമുള്ളത് 41 വകുപ്പ് പ്രകാരം പറയുന്നുണ്ട്. 42 സെർച്ച് സീഷർ അറസ്റ്റ് വിത്തൗട്ട് വാറന്റ് 42. ഒരു വ്യക്തിയെ സെർച്ച് ചെയ്യാനാണെങ്കിൽ അതിനുള്ള വ്യവസ്ഥകൾ പറയുന്നത് 50. 64 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വകുപ്പാണ് 64A. ഈ ഒരു അഡിക്റ്റ് ആയിട്ടുള്ള ചെറിയ അളവിലൊക്കെയുള്ള ക്വാണ്ടിറ്റി ഒക്കെ ഉപയോഗിച്ച് ഒരു അഡിക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ഒരു ഡിഫൻസാണ്, ഒരു ചികിത്സാ സന്നദ്ധത അയാൾ പ്രകടിപ്പിക്കുകയാണെങ്കിൽ അതിന് അനുവദിക്കുന്ന ഒരു വകുപ്പാണ്. പക്ഷെ അതിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് അയാൾ പൂർണ്ണമായും ആ ചികിത്സയ്ക്ക് വിധേയനാകണം എന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ ഈ ഒരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു വകുപ്പ് പ്രകാരമുള്ള പ്രൊട്ടക്ഷൻ ഡിഫൻസ് ചെയ്യാൻ പറ്റുള്ളൂ. 64A ആണ്.
ചികിത്സാ സന്നദ്ധ പ്രകടിപ്പിക്കുകയാണെങ്കിൽ പൂർണ്ണമായും ചികിത്സയ്ക്ക് അയാൾ വിധേയനാകണം എന്ന് പറയുന്നുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടീഷനാണ്. അത് പറയുന്ന വകുപ്പ് 64A പ്രകാരമാണ് എന്ന് ഓർത്തു വെക്കണം കേട്ടോ. അഡിക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി ചികിത്സാ സന്നദ്ധത പ്രകടിപ്പിക്കുകയാണെങ്കിൽ അത് ഒരു ഡിഫൻസ് ആയിട്ടുള്ള ഒരു വകുപ്പാണ് 64A എന്നുള്ളത്. ചികിത്സയ്ക്ക് പറഞ്ഞേക്കും. ആ പറയുന്ന അത്രയും കാലയളവിൽ അയാൾ ചികിത്സയ്ക്ക് വിധേയനാകണം എന്നുള്ളത്. അടുത്തത് അധ്യായം 5 പറഞ്ഞില്ലേ. അധ്യായം 5A പറയുന്നത് ഇല്ലീഗലി നമ്മൾ നേടിയെടുത്ത സമ്പാദിച്ച സ്വത്തുക്കളെല്ലാം ഫോർഫീച്ചർ കണ്ടുകെട്ടുന്നതുമായിട്ടുള്ള വ്യവസ്ഥകൾ പ്രതിപാദിക്കുന്ന അധ്യായമാണ് 5A. വകുപ്പല്ല കേട്ടോ, അധ്യായമാണെന്ന് ഓർത്ത് വെക്കണേ. കാരണം അതിലുള്ള വകുപ്പുകളൊന്നും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്നില്ല. അപ്പോൾ 5A എന്ന് പറയുന്നൊരു അധ്യായം ഉണ്ട്. ആ അധ്യായത്തിൽ ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കുറേ വകുപ്പുകളാണ് പറയുന്നത്. ഇല്ലീഗലി അക്വയർ ചെയ്ത നമ്മുടെ സ്വത്തൊക്കെ കണ്ടുകെട്ടുന്ന ഒരു വ്യവസ്ഥകളൊക്കെ പറയുന്ന അധ്യായമാണ് 5A എന്ന് പറയുന്നത്. ഇനി അടുത്തത് അധ്യായം 6ലാണ്. അത് പലവക മിസ്ലേനിയസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു അധ്യായമാണ്. അതിലൊരു സെക്ഷൻ നമ്മളൊന്ന് നോക്കി വെക്കണം. അപ്പോൾ അധ്യായം 6ൽ 71ാം വകുപ്പ് ഒന്ന് ഓർത്ത് വെക്കണേ. 71ാം വകുപ്പ് എന്ന് പറയുന്നത് ഗവൺമെന്റിനെ ലഹരിക്ക് അടിമപ്പെട്ട ആളുകളെയൊക്കെ തിരിച്ചറിയാനും അങ്ങനെയുള്ള വ്യക്തികളൊക്കെ തിരിച്ചറിയാനും അതിന് കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനും ഒക്കെ ഗവൺമെന്റിന്റെ വ്യവസ്ഥ ചെയ്ത വകുപ്പാണ് 71ാം വകുപ്പ്. വിദ്യാഭ്യാസത്തിനും പരിചരണത്തിനും പുനരധിവാസത്തിനും ഒക്കെ വേണ്ടിയിട്ട് ആ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുക എന്നുള്ളത് പറയുന്നതാണ് 71ാം വകുപ്പ്. അത് അധ്യായം 6ലാണ് പറയുന്നത് എന്നും ഓർത്ത് വെക്കുക. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ആക്ടിൻ്റെ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വകുപ്പുകൾ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്ത് വകുപ്പുകളൊക്കെ ഒന്ന് കേൾക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത്. ഇനി നമുക്ക് പ്രീവിയസ് ആയിട്ട് വന്നിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ലാസ്റ്റ് ടൈമിലൊന്ന് റിവൈസ് ചെയ്ത് പോവാം. ഈ ആക്ട് ഓർത്ത് വെച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരുവിധം ക്വസ്റ്റ്യൻസ് ഒക്കെ അതിൽ നിന്ന് കിട്ടും. അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് IT ആക്റ്റും പിന്നെ കോഡ്പ ആക്റ്റും ഒക്കെ നോക്കാനുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അതും കൂടെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് ലാസ്റ്റ് റിവിഷൻ ടൈമിലൊരു കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ ചെയ്യാം. ഓക്കെ, താങ്ക് യു.